ഗുരുവായൂർ നഗരസഭയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെയാണ് കേരള കോൺഗ്രസ് എം നേതാവ് RH അബ്ദുൾ സലീം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സത്യപ്രതിജ്ഞാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ നിർദ്ദിഷ്ട സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൗൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നോ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അള്ളാഹുവിന്റെ പേരിലാണ് രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ ഇരുവരെയും കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിലുണ്ട്. പിന്നെ രണ്ടാമത്തെ പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബഹുമാന്യനായ എ ഷാജഹാൻ IAS അവർക്ക് രേഖാമൂലം ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയിൽ ഈ 2 കൗൺസിലർമാർക്കെതിരെയും അയോഗ്യതാ നടപടികൾ ആരംഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കേവലം ഒരു ഈ വ്യക്തിപരമായ മറ്റുള്ള രീതിയിലുള്ള വിഷയങ്ങളല്ല, മറിച്ച് ഗുരുതരമായ വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് സത്യപ്രതിജ്ഞാ ലംഘനം മാത്രമല്ല, മതത്തെയും വേറൊരു കേസ് വേണമെങ്കിൽ ഗുരുവായൂർ പോലീസിന് എടുക്കാവുന്ന വകുപ്പുകളുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതായത് മതത്തെയും മതവികാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പരിശുദ്ധമായ അള്ളാഹു എന്ന നാമം, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്കറിയാം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമം, വിശുദ്ധമായ നാമത്തെ മതവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുസ്ഥാപനത്തിലേക്ക്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്വാമി അയ്യപ്പൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് അസാധുവാക്കിയ അതേ നിയമം ഇവിടെയും ബാധകമാണ്. ഈ 2 പേരെയും അയോഗ്യരാക്കണം എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം.